ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തു. ഗുരുവായൂരപ്പൻ്റെ ഭക്തരെല്ലാവരും തന്നെ ഭക്തിയോടെ കാത്തിരിക്കുന്ന സ്വർഗവാതിൽ ഏകാദശി അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രവും ഭക്തജനങ്ങളും വളരെ വിപുലമായി ഭക്തി നിറവിലും ഈ സ്വർഗവാതിൽ ഏകാദശി വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും തന്നെ. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ഈ പ്രാവശ്യം ഡിസംബർ 30 ചൊവ്വാഴ്ചയാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത്. പലർക്കും സംശയമാണ് ഡിസംബർ 30 അതോ ഡിസംബർ 31 ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന്. ഒരുപാട് പേർക്ക് ഇതുപോലെ ഒരു സംശയമുണ്ട്. ഇതിനൊരു കാരണം ഡിസംബർ 30 രാവിലെ തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നതെന്നാണ്. ഈ ഒരു ദിവസം മുഴുവൻ ഏകാദശി തിഥിയുണ്ട്. അടുത്ത ദിവസം ഡിസംബർ 31 രാവിലെ 5 മണിയാവുമ്പോഴേക്കും ആ ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യും. ഡിസംബർ 30 രാവിലെ 7:50 ഏകാദശി തിഥി ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ദശമി തിഥിയാണ് ഉള്ളത്. ദശമി തിഥി സ്പർശമുള്ള ഏകാദശിയേക്കാൾ കൂടുതൽ നല്ലത് ദ്വാദശി തിഥിയുമായി സ്പർശമുള്ള ഏകാദശി തിഥിയാണ്. അതായത് ദശമി തിഥിയുമായി സ്പർശമുള്ളപ്പോൾ അസുരഗുണം കൂടുതൽ ഉണ്ടായിരിക്കും എന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വാദശിയോട് കൂടി ചേർന്ന് വരുന്ന ഏകാദശി ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ നന്മകളും ഭാഗ്യങ്ങളും തരും എന്നുള്ള വിശ്വാസപ്പുറത്താണ് ഡിസംബർ 31 ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമിക്ക് പ്രാധാന്യമുള്ള ഏകാദശിയാണ്. അവിടെ വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത് ഡിസംബർ 30 എന്നാൽ ഹിസ്കോൺ ആചരിക്കുന്നത് ദ്വാദശി തിഥിയുമായി ചേർന്ന് വരുന്ന ഏകാദശി ദിവസമാണ് വ്രതം അനുഷ്ഠിക്കുന്നത്, അതായത് ഡിസംബർ 31. തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഡിസംബർ 30 ഏകാദശി വ്രതം ആചരിക്കുന്നത് കൊണ്ട് തന്നെ 30 വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളവർ തീർച്ചയായും 30 വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതല്ല 31 നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഏകാദശി പൂജകളൊക്കെ ഉണ്ട് എങ്കിൽ അന്നേ ദിവസം നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി പൂജകളെല്ലാം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ആ ദിവസം എന്നാണോ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് അന്നേ ദിവസം നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാം കേട്ടോ. ഏത് ദിവസം എടുത്താലും നമുക്ക് അതിൻ്റെ പൂർണ്ണഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഏകാദശി ദിവസം ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി എന്ന് പേര് വന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം അന്നേ ദിവസം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ നമ്മൾ മുൻവാതിലൂടെ നമ്മൾ അകത്തേക്ക് പോയി ഭഗവാനെ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാതിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നത്. അതായത് വടക്ക് ഭാഗത്തെ ഡോർ ഓപ്പണായിരിക്കും. അപ്പോൾ ആ ഉത്തരവാതിലൂടെ നമ്മൾ ഭഗവാനെ ദർശനം നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമായിട്ടെന്നാണ് വിശ്വാസം. നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാണ്ടാകും എന്നും പറയുന്നുണ്ട്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് പറയുന്നത്. ഏകാദശി വ്രതം അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് മാത്രം എടുക്കാൻ നോക്കുക കേട്ടോ. ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമുക്ക് അറിയാലോ, രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തണം, 2 നേരം കുളിക്കണം. ആർക്കൊക്കെയാണ് ഈ ഏകാദശി വ്രതം എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. പലവരും ചോദിക്കാറുണ്ട്. 12 വയസ്സ് മുതൽ നമുക്കൊരു 65 വയസ്സ് വരെയുള്ളവർക്കൊക്കെ വ്രതം എടുക്കാവുന്നതാണ്. പ്രായമായവർ നല്ല രീതിയിൽ വ്രതം എടുക്കണമെന്നില്ല. അവർ കുറച്ച് ആഹാരങ്ങൾ ഒഴിവാക്കി മാത്രം വ്രതം എടുത്താൽ മതി. പിന്നെ ഗർഭിണികളൊന്നും മുലയിട്ടുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം വ്രതം എടുക്കാൻ നോക്കുക. പിന്നെ എല്ലാവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രം ഏകാദശി വ്രതം എടുത്താൽ മതി കേട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിരാവിലെ പറ്റുമെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്താൻ ശ്രദ്ധിക്കുക. അന്നേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോകുന്ന ദിവസം നമ്മൾ അറിയുന്ന നാമങ്ങൾ, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നാമങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെയും പറയാണ്, നമ്മൾ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുത്താൽ മതി. ചിലർ വെള്ളം മാത്രം കുടിച്ച് വ്രതം എടുക്കുന്നവരുണ്ട്. ഏകാദശി വ്രതം എന്ന പൂർണ്ണോപവാസമാണ്. അത് പറ്റുന്നവർ മാത്രം എടുത്താൽ മതി. ചിലർ ഫ്രൂട്ട്സ്, പാല്, പഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വ്രതം എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചിട്ട് വ്രതം എടുക്കുന്നവരുണ്ട്. പറ്റുന്ന രീതിയിൽ മാത്രം നമ്മുടെ ആരോഗ്യമായിട്ടുള്ള പലവർക്കും പല രീതിയിലുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ട് അങ്ങനെ പൂർണ്ണ ഉപവാസത്തിലൊന്നും വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി ദിവസം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അറിയാലോ. വെളുത്തുള്ളി, ഉള്ളി, പിന്നെ അരി ആഹാരം ഒഴിവാക്കണം. പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അരിധാന്യങ്ങളെല്ലാം നമുക്ക് അന്നേ ദിവസം ഒഴിവാക്കണം കേട്ടോ. പിന്നെ പച്ചക്കറി ആയിരിക്കണം. മുട്ട പോലും ചിലവർ ചോദിക്കാറുണ്ട്, മുട്ട അറിയാവുന്നവരാണെങ്കിലും വന്ന് ചോദിക്കും മുട്ട കഴിക്കാമെന്ന്. വ്രതം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ശുദ്ധിയായിരിക്കണം. അതിപ്പോൾ സിഗരറ്റ് വലിക്കാനോ അതുപോലെ നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും കഴിക്കാനോ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമായിട്ടുള്ള
കാര്യമാണ് നമ്മൾ വ്രതം എടുക്കുന്ന സമയം. മറ്റുള്ളവരോട് കുശുമ്പോ കുന്നായ്മയോ ദേഷ്യമോ വഴക്കോ ബഹളോ ഒന്നും പാടില്ല. നല്ല മനസ്സോടെ ഭഗവാന്റെ നാമങ്ങളെല്ലാം ചൊല്ലി ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് നല്ല നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് വ്രതം എടുക്കാൻ നോക്കുക. അതുപോലെ ഏകാദശി ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഡിസംബർ 30 രാവിലെ 10:12 മുതൽ ഡിസംബർ 31 രാവിലെ 10:16 വരെയുള്ള ആ ഒരു 12 മണിക്കൂർ സമയമാണ്. ഈ ഒരു സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സമയമാണ് പാരണ വീടുന്ന സമയം. ആ വ്രതം അവസാനിപ്പിക്കുന്ന സമയമാണ്. അതായത് നമുക്കറിയാം തുളസി തീർത്ഥം കുടിച്ചിട്ട് വേണം നമ്മൾ വ്രതം അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ പാരണ സമയം 31 ആണ് നമ്മൾ വ്രതം എടുക്കണേ എന്നുണ്ടെങ്കിൽ 31 വ്രതം എടുക്കുന്നവരുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ആ സമയമാണ് ജനുവരി 1 രാവിലെ 7:14 മുതൽ 9:18 വരെയുള്ള സമയമാണ് പാരണ വീടുന്നത്. അതായത് നമ്മൾ ഡിസംബർ 31 വ്രതം എടുക്കുന്നവരുടെ കാര്യം കേട്ടോ പറയുന്നത്. അതല്ല ഡിസംബർ 30 വരെയാണ് നിങ്ങൾ വ്രതം എടുക്കണമെങ്കിൽ പാരണ വീടേണ്ടത് ഡിസംബർ 31 ഉച്ചയ്ക്ക് 1:31 മുതൽ 1:48 വരെയുള്ള സമയമാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 30 രാവിലെ 7:50 അവസാനിക്കുന്നത് ഡിസംബർ 31 രാവിലെ 5 മണിയാണ്. അപ്പോൾ ഏകാദശി ദിവസം നിങ്ങൾക്ക് അറിയാവുന്ന ഏത് നാമവും ചൊല്ലാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പറ്റുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാം. ഓം നമോ നാരായണായ പറയാം. അതുപോലെ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം, നമുക്ക് അറിയാവുന്ന ഭഗവാന്റെ ഏത് നാമങ്ങളും നമുക്ക് അന്നേ ദിവസം ചൊല്ലാവുന്നതാണ്. അന്നേ ദിവസം നമുക്ക് തുളസി ചെടിക്ക് ജലം സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. 3 പ്രദക്ഷിണം വെക്കുന്നത് നല്ലതാണ്. തുളസി മന്ത്രം ചൊല്ലുന്നതും അന്നേ ദിവസം നല്ലതാണ്. നമ്മളിതെല്ലാം എല്ലാ ഏകാദശിക്കും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ സന്ധ്യാസമയത്ത് തുളസിക്ക് ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതൊക്കെ അന്നേ ദിവസം നല്ലതാണ് കേട്ടോ. ഏകാദശി ആരംഭിക്കുന്നത് ഡിസംബർ 30 രാവിലെ 7:50 അതിന് മുമ്പായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പൂജയ്ക്ക് ആവശ്യമുള്ള തുളസിയില നമുക്ക് പറിച്ച് തലേ ദിവസം തന്നെ പറിച്ച് വെക്കണം. അതായത് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും നമ്മൾ തുളസിയില പറിക്കാൻ പാടില്ല. ഇന്നേ ദിവസം നല്ല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് നോൺ വെജ് ഉറപ്പായിട്ട് ഒഴിവാക്കണം. പിന്നെ അന്നേ ദിവസം തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല കേട്ടോ. എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ലെന്ന് പറയുന്നത് നമുക്ക് പകലുറക്കം പാടില്ല എന്ന് പറയാറില്ലേ. അപ്പോൾ എണ്ണയൊക്കെ തേക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരും. അതുകൊണ്ട് തന്നെയാണ് അന്നേ ദിവസം എണ്ണ തേക്കരുതെന്ന് പറയുന്നത്. അതുപോലെ മുടി വെട്ടാൻ നിൽക്കുന്നവർ അന്നേ ദിവസം മുടിയൊന്നും വെട്ടണ്ട കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസത്തിൽ ഭഗവത് നാമങ്ങളൊക്കെ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പിന്നെ ദ്വാദശി ദിവസം പാരണ വീടിയതിന് ശേഷം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതായത് നോൺ വെജ് കഴിക്കാമോ എന്ന്. പരമാവധി നിങ്ങൾ നോൺ വെജ് കഴിക്കരുത്. വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് അന്നത്തെ ദിവസം കഴിക്കേണ്ടത്. വൈകുണ്ഠ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരിക്കും. കാരണം ക്ഷേത്രത്തിലെ മുൻവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് ഉത്തരവാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ ഏത് ദിവസമാണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വലിയ ചിട്ടകളൊന്നും ഇല്ലാതെ ഭക്തിപൂർവ്വം വ്രതം എടുക്കുന്ന ഒരാളാണെങ്കിൽ ഡിസംബർ 30 ചൊവ്വാഴ്ച ദശമി ധൈര്യമായിട്ട് വ്രതം എടുക്കാവുന്നതാണ്. അപ്പോൾ നാട്ടിലെ പൊതുവായിട്ടുള്ള രീതിയും ഇത് തന്നെയാണ്. അതല്ല ദശമി തിഥി ഒട്ടും പാടില്ല. വൈഷ്ണവ സമ്പ്രദായ പ്രകാരം അതികഠിനമായ ചിട്ടയോടുകൂടി വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളവർ ഡിസംബർ 31 ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കാനുള്ളത്. ഏത് ദിവസം നിങ്ങൾ വ്രതം എടുത്താലും മനസ്സറിഞ്ഞ് ഓം നമോ നാരായണായ എന്ന് ജപിച്ച് ഭഗവാനിൽ അർപ്പിക്കുന്ന ആ വ്രതം ഇവിടെ നിന്ന് സ്വീകരിക്കും. അത് ദിവസമല്ല പ്രാധാന്യം. ഇതിൽ 2 ദിവസത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും സ്വർഗ്ഗവാതിൽ ഏകാദശിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ദിവസം നിങ്ങൾ സെലക്ട് ചെയ്ത് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത തവണ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.